ഗുട്ടൻ ടാഗ്, ഐ എം ജിഷ്ണു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗെനറ്റീവ് കേസാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് നോമിനേറ്റീവ്, അക്യുസേറ്റീവ്, അതേപോലെ തന്നെ ഡാറ്റീവ് കേസ് പഠിച്ചിരുന്നു. ഇനി അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഗെനറ്റീവ് കേസാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഗെനറ്റീവ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ എന്താണ് ഒരു പൊസഷൻ കാണിക്കാനായിട്ടാണ് നമ്മളെന്താണ് ഗെനറ്റീവ് കേസ് യൂസ് ചെയ്യണത്. നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം. അതിനകത്ത് നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇപ്പോൾ എന്താണ് നോമിൻ്റെ കേസിന് അതായത് ജസ്റ്റ് നെയിംസ് വരുന്ന കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെ പറയാം, ഇപ്പോൾ അന്നാസ് പെൻ, അതായത് അന്നയുടെ പേന, അതെങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ അന്നാസ് പെൻ എന്നുള്ളൊരു അപ്പോസ്ട്രഫി ഇട്ടിട്ട് എസ് ഇടും. ബട്ട് നമുക്ക് ജർമ്മനിലേക്ക് വരുമ്പോൾ എന്താണ് ജസ്റ്റ് ആ അപ്പോസ്ട്രഫി ഇല്ലാണ്ട് ജസ്റ്റ് അന്നാസ് പെന്ന് നേരിട്ട് നമുക്ക് എഴുതിയാൽ മതി. അതുപോലെ തന്നെ എന്താണ് അടുത്ത നെയിം പീറ്റർ എന്നാണ് നെയിം എന്ന് ചോദിക്കുമ്പോൾ പീറ്റേഴ്സ് കാർ എന്ന് എഴുതി. അതുപോലെ തന്നെ നമുക്ക് ഡോയിഷിലേക്ക് വരുമ്പോൾ എന്താണ് പീറ്റേഴ്സ് ഔട്ടോ, അങ്ങനെയാണ് നമുക്ക് വരാം. അവിടെ അപ്പോസ്ട്രഫിയുടെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് എന്താണ് ലാസ്റ്റ് എസ് അല്ലെങ്കിൽ എക്സ് പിന്നെ എന്താണ് ബീറ്റലെസ് ഇതൊക്കെ വരുമ്പോൾ എന്താണ് നമുക്ക് എന്താണ് ഇവിടെ ഓൾറെഡി ഒരു എസ് എന്നുള്ളൊരു സൗണ്ട് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ നമുക്ക് ഇംഗ്ലീഷിലാണ് എഴുതണമെന്നുണ്ടെങ്കിൽ മാത്സ് ബുക്ക് നമ്മൾ എന്താണ് അപ്പോസ്ട്രഫി എസ് ഇട്ട് നമ്മൾ എഴുതും. പക്ഷേ ഡോയിഷിലാണെന്നുണ്ടെങ്കിൽ എന്താണ് അയ എസ് ഇടേണ്ട ആവശ്യമില്ല, അയ അപ്പോസ്ട്രഫി മാത്രം ഇട്ടിട്ട് എന്താണ് മാത്സ് ബുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. അതേപോലെ എന്താണ് തോമസ് കാർ, അവിടെ വരുമ്പോൾ എന്താണ് തോമസ് എന്നിട്ട് എന്താണ് ഒരു അപ്പോസ്ട്രഫി ഇട്ടിട്ട് പിന്നെ എന്താണ് നേരിട്ട് ഔട്ടോ എന്ന് മാത്രം എഴുതിയാൽ മതി. ഇങ്ങനെയാണ് നമുക്ക് എന്താണ് ഗെനറ്റീവ് എന്താണ് ജർമ്മനിൽ ഗെനറ്റീവ് നെയിംസിൻ്റെ കേസ് വരുമ്പോൾ വരുന്നത്. അടുത്തായിട്ട് നമുക്ക് എന്താണ് ഇനി അടുത്ത വേർഡ്സിൻ്റെ അതായത് വേറെ നോമൻസിൻ്റെ നമുക്ക് അടുത്തതായിട്ട് നോക്കാം. അപ്പോൾ നമ്മളെന്താണ് ഈ നെയിംസ് വരുമ്പോൾ എങ്ങനെയാണ് ഗെനറ്റീവ് ആക്കണം എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി എന്താണ് നമുക്ക് സാധാ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് നമുക്ക് എന്താണ് ഇതിനകത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഗെനറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയേക്ക് നോക്കിയേ, ഫാദേഴ്സ് കാർ, അതായത് അച്ഛൻ്റെ കാർ. അതിന് നമ്മൾ ഗെനറ്റീവ് ആക്കണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാദേഴ്സ് കാർ നമുക്കിപ്പോൾ ഗെനറ്റീവ് ആക്കുമ്പോൾ എപ്പോഴും നമുക്ക് എന്താണ് മലയാളത്തിൽ ചിന്തിക്കണമായിരിക്കും കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നാം. അതായത് ഇപ്പോൾ നമുക്കിത് ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കാർ എന്നുള്ളതാണ്. അപ്പോൾ ഈ അച്ഛൻ്റെ ഇന്ത്യ എന്നുള്ളൊരു മീനിങ് വരുന്നുണ്ട്, ആ ഇന്ത്യ എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ വരുന്നത് അതാണ് നമുക്കൊരു പൊസഷനായിട്ട് നമ്മൾ മലയാളത്തിൽ നോക്കണത്, അതായത് അച്ഛൻ്റെ. അപ്പോൾ അവിടെ നിന്നാണ് ഈ അച്ഛൻ്റെ എന്ന് വരുന്ന അച്ഛൻ എന്നുള്ളൊരു ഈ വേർഡിനാണ് വരുന്നത്. അപ്പോൾ അതായിരിക്കും നമുക്ക് ഗെനറ്റീവ് ആക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയേ അച്ഛൻ്റെ കാർ എന്ന് പറയുമ്പോൾ ഈ കാറ് എന്താണ് കാർ എന്നുള്ള സംഭവം എന്താണ് ആയെന്ന് എടുത്ത് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ, അതായത് ദസ് ഔട്ടോ എന്നാണ് നമുക്ക് എന്താണ് കാറിനെ പറയണം. അപ്പോൾ ആ ദസ് ഔട്ടോ എന്നാണ് അതേപോലെ തന്നെ ഇതാ. ഇനി എന്താണ് ആരുടെയാണ് കാർ, അച്ഛൻ്റെയാണ് കാർ. അപ്പോൾ എന്താണ് ഈ അച്ഛനെയാണ് നമ്മൾ ഗെനറ്റീവ് ആക്കേണ്ടത്. ഗെനറ്റീവ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛൻ അതായത് ഫാദർ എന്നുള്ളതിൻ്റെ ആർട്ടിക്കിൾ എന്താ വരുന്നത്, ദെറാണ് ആർട്ടിക്കിൾ, അതായത് മസ്കുലിനാണ്, ദെറാണ് ആർട്ടിക്കിൾ വരുന്നത്. അപ്പോൾ അത് ഗെനറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് ദസ് ആവും, ആർട്ടിക്കിൾ ദസ് ആവും. അതേപോലെ തന്നെ എന്താണ് ഈ ദസ് പ്ലസ് എസ് ഓർ എസ് എന്നുള്ളതാണ്ട, അതായത് ലാസ്റ്റ് എന്താണ് ഈ നൗണിൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്താണ് എസ് അല്ല എന്നുണ്ടെങ്കിൽ ഇ എസ് നമ്മൾ എന്താണ് ആഡ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്താണ് ഈ ദസ് പ്ലസ് ദസ് ഫാറ്റേഴ്സ് എന്ന് വന്നത്, അതായത് ദസ് എന്നുള്ള ആർട്ടിക്കിളുമായി അതേപോലെ തന്നെയാണ് ഫാദറിൻ്റെ ലാസ്റ്റ് എന്താണ് ഫാറ്റേഴ്സ് എന്നൊരു എസും വന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്താണ് എല്ലാ നോമൻസും എന്താണ് ഗെനറ്റീവിലേക്ക് മാറ്റുന്നത്. ഇതിപ്പോൾ ഫെമിനിൻ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അത് ലാസ്റ്റ് എസ് ഓർ എസും വരില്ല, ഒന്നും വരില്ല, എന്താണ് ദർ എന്നുള്ള ആർട്ടിക്കിൾ മാത്രമേ കൺവേർട്ട് ആവുള്ളൂ. നെക്സ്റ്റ് എന്താണ് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ, മൈ ഫ്രണ്ട്സ് ഹൗസ്. അപ്പോൾ എങ്ങനെ വരാം, ഇതിനകത്ത് എന്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ എൻ്റെ ഫ്രണ്ടിൻ്റെ എന്നുള്ളതാണ് അതാണ് ഗെനറ്റീവ് ആക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ ദസ് ഹൗസ് എന്നുള്ളത്, ഇത് ഹൗസ് എന്നാണ് നമ്മൾ ആദ്യം നേരിട്ട് എങ്ങനെയാണോ ഹൗസിൻ്റെ ആർട്ടിക്കിൾ ദസ് ആണ് അതങ്ങനെ തന്നെ എഴുതാം. അത് കഴിഞ്ഞിട്ട് എന്താണ് ഈ മൈനസ് ഫ്രോയിഡ്, അതായത് ഫ്രോയിഡ് എന്നുള്ളതാണ് നമുക്ക് എന്താണ് ഗെനറ്റീവ് ആക്കേണ്ടത്. അപ്പോൾ അതിനെന്താണ് ഇവിടെ പൊസസീവ് ആർട്ടിക്കിളാണ് യൂസ് ചെയ്തേക്കണത്, അത് മൈൻ എന്നുള്ള എൻ്റെ എന്നുള്ളതിനകത്താണ് പൊസസീവ് ആർട്ടിക്കിളാണ് ഇവിടെ യൂസ് ചെയ്തേക്കണത്. അപ്പോൾ അത് ഗെനറ്റീവിലേക്ക് ഉണ്ടാകുമ്പോൾ എന്താണ് മൈനസ് എന്നുള്ളതായി. അതേപോലെ തന്നെ ഫ്രോയിഡിൻ്റെ എന്താണ് ലാസ്റ്റ് ഇ എസും കൂടി ആഡ് ചെയ്തപ്പോൾ എന്താണ് മൈനസ് ഫ്രോയിൻഡസ് എന്നായി. ഇനി എന്താണ് നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എന്താണ് സെൻറ്റൻസ് ആയിട്ട് നമുക്ക് എഴുതി നോക്കാം. നമുക്കിപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞ മാതിരി തന്നെ എന്താണ് ദസ് ഔട്ടോ മൈനസ് ഫാറ്റേഴ്സ് ഈസ്റ്റ് റോഡ്, അതായത് എൻ്റെ അച്ഛൻ്റെ കാർ റെഡ് ആണ്, അതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നോക്കി ഇവിടെ ഗെനറ്റീവ് വന്നത് എന്താണ് ദസ് ഔട്ടോ മൈനസ് ഫാറ്റേഴ്സ്. അപ്പോൾ ഇത് മൊത്തം എന്താണ് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആയിട്ടാണ് വരാം. അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കിയേ, ദസ് ഹൗസ് മൈനസ് ഫ്രോയിൻഡസ് ഇസ്റ്റിനോയെ, അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് എന്താണ് പുതിയതാണ്, അതാണ് നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ മീനിങ് തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഒരു സെൻറ്റൻസിൽ ഗെനറ്റീവ് എങ്ങനെയാണ് ആക്കണം എന്നുള്ളത് മനസ്സിലായില്ലേ. അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷിലായാലും എഴുതുമ്പോൾ എന്താണ് ഫാദേഴ്സ് കാർ എന്നാണ് എഴുതാം.
പക്ഷേ ജർമ്മനിൽ എഴുതുമ്പോൾ നമുക്ക് ജസ്റ്റ് ഫാറ്റേഴ്സ് ഔട്ടോ എന്ന് എഴുതാൻ പറ്റൂല. അതിന് പകരം എന്താണ് ദസ് ഔട്ടോ ദസ് ഫാറ്റേഴ്സ് എന്ന് എഴുതണം. അതായത് അച്ഛൻ്റെ കാർ. അപ്പോൾ എൻ്റെ എന്നുള്ള ഇത് വരുന്നതാണ്, അതാണ് നമ്മൾ ഗെനറ്റീവ് ആക്കേണ്ടത്. അപ്പോൾ ഈ ഫാദറിനെയാണ് നമ്മളിവിടെ എന്താണ് ഗെനറ്റീവ് ആക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ എന്താണ് ദർ എന്നുള്ള മാറ്റിയിട്ട് ദസ് ആക്കുക. അതിൻ്റെ ഒപ്പം എന്താണ് ലാസ്റ്റ് ഒരു എസ്. ഇത് നമുക്ക് ഈ സ്ട്രക്ചർ എന്താണ് നിങ്ങളെല്ലാവരും പഠിച്ചു വയ്ക്കണം. അതായത് മസ്കുലിനി ദസ് പ്ലസ് എസ്, ഫെമിനിനി ദർ, അതേപോലെ തന്നെ നോയിറ്റത്തിന് ദസ് പ്ലസ് എസ്, അതേപോലെ തന്നെയാണ് പ്ലൂരലിന് ദർ. അപ്പോൾ നമ്മൾ എന്താണ് നേരത്തെ ഗെനറ്റീവിൻ്റെ എക്സാമ്പിൾസ് എഴുതിയപ്പോൾ കണ്ടു. അതായത് മസ്കുലിൻ അല്ലെങ്കിൽ എന്താണ് നോയിറ്റത്തിൽ വരുമ്പോൾ ആർട്ടിക്കിൾ ദസ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ നോമൻ്റെ എൻഡിങ്ങിൽ എന്താണ് എസ് എൽ എന്നുണ്ടെങ്കിൽ ES ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതെങ്ങനെയാണ് ഈ SL എന്നുണ്ടെങ്കിൽ ES ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എന്താണ് ഐൻ സിൽബിഗെ നോമൻസ് വരുമ്പോൾ എന്താണ് നമുക്ക് ഇവിടെ ES ആണ് ആഡ് ചെയ്യേണ്ടത്. ഈ ഐൻ സിൽബിഗെ നോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വവ്വൽ ഉള്ള വെർബ്സ്. അതായത് ഇവിടെ നോക്കിയ ബുക്ക് എന്നുള്ള ഒരു എക്സാമ്പിൾ ഉണ്ടാ. ഇവിടെ നിന്ന് ആകെ യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് വവ്വലോ വരുന്നുള്ളൂ, വവ്വലിൻ്റെ സൗണ്ടോ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന വെബ്സിന് എന്താണ് നമുക്ക് എന്താണ് ലാസ്റ്റ് ES ആഡ് ചെയ്യണം. അപ്പോൾ എന്താണ് ബുക്ക് എന്നുള്ളത് ബൂഹസ്നായി, ദസ് ബൂഹസ്നായി. അതേപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ ദർ ഫൂസ്. ഇവിടെ എന്താണ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വവ്വല് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ദസ് ഫൂസസ്നായി. അതുപോലെ തന്നെ എന്താണ് മേർസിൽബിഗെ നോമൻസ് വരുമ്പോൾ മേർസിൽബിഗെ നോമൻസ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വവ്വൽ സൗണ്ട്സ് ഉള്ള വേർഡ്സ്. അപ്പോൾ ഈ വേർഡ് നോക്കിയാൽ ദർ ഫാറ്ററിന് എന്താണ് ഇവിടെ എ എന്നുള്ളൊരു വവ്വൽ സൗണ്ടും ഉണ്ട്, അതേപോലെ തന്നെ എന്നുള്ളൊരു വവ്വൽ സൗണ്ടും ഉണ്ട്. ഈ രണ്ട് സൗണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ദസ് ഫാറ്റേഴ്സ്. അവിടെ നിന്നാണ് നമുക്ക് ES ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് S ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയേ ദസ് ഹാൻഡി. ഇവിടെ ദസ് ഹാൻഡിക്കാണ് ഇതിന് നോക്കിയേ ഇവിടെ H കഴിഞ്ഞിട്ട് A ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ Y എന്നുകൊണ്ടൊരു സൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ദസ് ഹാൻഡീസ് നൗ. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് ES ആഡ് ചെയ്യേണ്ട, S ആഡ് ചെയ്താൽ മതി. നമ്മൾ എന്താണ് ഒട്ടുമിക്ക എല്ലാ വേർബ്സിനും നോമൻസിനും എന്താണ് ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുക. ഇനി ഇതിനകത്ത് നമുക്ക് എന്താണ് ഒരു 3 എക്സെപ്ഷൻസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയേ ദർ ഫിലിം. ഈ ദർ ഫിലിം എന്ന് പറഞ്ഞിട്ടുള്ള ഈ നോമൻ എന്താണ് ഇവിടെ I എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ E എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു വവ്വൽ ഫോമേ ഉള്ളൂ. പക്ഷേ നമുക്ക് എന്താണ് ഇവിടെ ES ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്താണ് S മാത്രം ആഡ് ചെയ്താൽ മതി. അതൊരു എക്സെപ്ഷണൽ കേസാണ്. അതേപോലെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ് എന്ന് പറഞ്ഞാൽ ഫ്രോയിൻഡ് ആണ്. ഇവിടെ എന്താണ് ദർ ഫ്രോയിൻഡ് എന്നാണ്. ഇവിടെ ഫ്രോയിൻഡ് എന്ന് പറഞ്ഞ വേർഡിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് E ഉണ്ട്, അതേപോലെ തന്നെയാണ് U ഉണ്ട്. അപ്പോൾ 2 വവൽസ് ഉണ്ട്. എന്നാലും നമ്മൾ എന്താണ് ഇവിടെ S അല്ല ആഡ് ചെയ്യേണ്ടത്, അതിന് പകരം എന്താണ് ES ആഡ് ചെയ്യണം. അപ്പോൾ ദസ് ഫ്രോയിൻഡസ് എന്നാവും. അതുപോലെ നെക്സ്റ്റ് വരുന്ന ഒരു എക്സെപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ദർ ബുസ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുസ് എന്നുള്ളത് എന്താണ് ഇവിടെ ഐൻ സിൽബിഗയാണ്. അതേപോലെ തന്നെ എന്താണ് ഇവിടെ ES ആഡ് ചെയ്യണം, പക്ഷെ എന്താണ് ഇവിടെ ഒരു S എന്നാണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ എന്താണ് ദസ് ബുസ്സസ് എന്നാവും. അതായത് ദസ് ബുസ് എന്നുള്ളതിന് ഇവിടെ ദർ ബുസ് എന്നുള്ളതിന് ഒരു S ഉള്ളൂ, പക്ഷെ നമുക്ക് എന്താണ് ഇവിടെ ഗെനറ്റീവ് ആക്കുമ്പോൾ എന്താണ് ദസ് ബുസ്സസ് എന്നാക്കണം. അപ്പോൾ ഇവിടെ 2 S ആഡ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താ ഗെനറ്റീവ് കേസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഗെനറ്റീവ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് ഒരു പൊസഷൻ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഓണർഷിപ്പ് കാണിക്കാനായിട്ടാണ് ഗെനറ്റീവ് നമ്മൾ യൂസ് ചെയ്യണത്. പിന്നെ എന്താണ് ഈ ഗെനറ്റീവ് കേസ് നമ്മൾ ഒരു സെന്റൻസിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെന്റൻസിലെ വെർബിനോട് എന്താണ് ആർക്കാണെന്നുള്ളത് ചോദിച്ചാൽ മതി. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഗേബൻ എന്നുള്ള വെർബാണെന്നുണ്ടെങ്കിൽ ആർക്കാണ് കൊടുക്കണേ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഗെനറ്റീവ് കേസ് കിട്ടും. ഇനി എങ്ങനെയാണ് ഈ ഗെനറ്റീവിലേക്ക് മാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയ എക്സാമ്പിൾ, അതായത് അച്ഛൻ്റെ കാർ, അവിടെ നിന്നാണ് അച്ഛൻ്റെ, അതായത് എൻ്റെ എന്നുള്ള മീനിങ്, അതായത് ഇത് വരുന്ന ഇതാണ് നമ്മൾ എന്താണ് ഗെനറ്റീവ് ആക്കേണ്ടത്. അപ്പോൾ അച്ഛൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റർ, അതായത് ഫാറ്റേഴ്സ്, അങ്ങനെ അതാണ് നമുക്ക് എന്താണ് ഗെനറ്റീവ് ആക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒരു നോമിൻ ഉണ്ടാവില്ല, എന്നാൽ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും ഗെനറ്റീവ് ആകുമ്പോൾ. ആദ്യം പറയണ നോമിൻ എന്തിനാണ് അത് ആദ്യം അതേപോലെ തന്നെ എഴുതണം. ഇപ്പോൾ ഔട്ടോ എന്നുണ്ടെങ്കിൽ ദസ് ഔട്ടോ എന്ന് അതേപോലെ തന്നെ എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്താണ് നെക്സ്റ്റ് ആരുടെയാണെന്നുള്ളത് ഗെനറ്റീവിൽ എഴുതുക. അപ്പോൾ ദസ് ഔട്ടോ മൈനസ് ഫാറ്റേഴ്സ്, അതേപോലെയാണ് നമുക്ക് ഗെനറ്റീവ് എഴുതുക. അപ്പോൾ ഗെനറ്റീവ് എങ്ങനെയാണ് മാറ്റേണ്ടതെന്നും ഗെനറ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും എല്ലാവർക്കും മനസ്സിലായില്ല. അപ്പോൾ ഇതേപോലത്തുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.